ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പൈനാപ്പിൾ കഴിക്കാത്തവരായി അല്ലെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല. നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പൈനാപ്പിൾ. എന്നാൽ ഒരു ഫ്രൂട്ടും അപ്പുറം പ്രകൃതിയുടെ പരിണാമത്തിൻ്റെ സംഭവബഹുലമായ ഒരു കഥ കൂടെ ഈ പൈനാപ്പിളിനുണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്നത് ആ സംഭവബഹുലമായ കഥയാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറി. പൈനാപ്പിളിൻ്റെ കഥ തുടങ്ങുന്നത് ഏതാണ്ട് 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ അമേരിക്കയിലാണ്. ആ സമയത്ത് തെക്കേ അമേരിക്കയിലുള്ള പല സസ്യവർഗ്ഗങ്ങളും പരിണാമത്തിൻ്റെ പല സ്റ്റേജസിൽ കൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അവയെല്ലാം നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ ജല ദൗർലഭ്യമാണ്. ഒരു വർഷം 2 വർഷമൊക്കെ മഴ പെയ്യാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ പല പ്ലാന്റ് ഫാമിലീസും വൈപ്പ് ഔട്ടായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വെച്ചാൽ കംപ്ലീറ്റ്ലി അന്യം നിന്ന് പോകുക അല്ലെങ്കിൽ വംശമാറ്റി പോവുക ഒരു സാഹചര്യമാണ്. പിന്നെ ആ പ്ലാന്റ് ഫാമിലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഈ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം അതിൻ്റെ വളരെ ഇൻജീനിയസ് ആയിട്ടുള്ള ഓരോ നടപടികൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ഫാമിലിയാണ് ബ്രൊമലൈഡ് പ്ലാന്റ് ഫാമിലി. ആ സസ്യവർഗം അവർ ഈ തങ്ങളുടെ കൂടെയുള്ള ബാക്കി പ്ലാന്റ്സൊക്കെ നശിച്ചു പോകുന്നത് കണ്ടിട്ട് ഇവർ വിചാരിച്ചു നമ്മളിനി അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും, നമ്മുടെ പരിപാടി മാറ്റിയേ പറ്റൂ. അങ്ങനെ അവരൊരു പുതിയ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു. ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു. നമ്മൾ പൈനാപ്പിളിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ സാധാരണ ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എനർജി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഫോട്ടോസിന്തസിസ് ആണ്. പകൽ സമയത്ത് അവരുടെ സ്റ്റൊമാറ്റോ തുറക്കുന്നു, ചെറിയ ചെറിയ ഇലകളുള്ള സുഷിരങ്ങൾ തുറക്കുന്നു, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്തതിനു ശേഷം കാർബൺ സ്റ്റോർ ചെയ്യുന്നു, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. പകൽ നടക്കുന്ന സാധാരണ പ്രോസസ്സാണ്. ഇത് ഒരു അബണ്ടൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മരങ്ങളൊക്കെ ഭയങ്കര വലുതും ഹ്യൂജുമായിട്ടൊക്കെ വളർന്ന് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഏറ്റവും വലിയ മൃഗങ്ങളെപ്പറ്റി പറയുമ്പോൾ വലിയ മരങ്ങളെപ്പറ്റി പറയാറില്ല. ചില മരങ്ങളൊക്കെ ആചാനബാഹുക്കളായ മരങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടെണ്ണം അന്യം നിന്ന് പോയി. അപ്പോൾ ഈ പ്രോസസ്സ് അങ്ങനെ ഒരു ഭയങ്കരമായ അബണ്ടൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിനൊരു വലിയ ഫ്ലോ ഉണ്ട്. ഇതിൻ്റെ ഫ്ലോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് കരുതുക. ഇത് ഈ സുഷിരം, ഈ സ്റ്റൊമാറ്റോ തുറക്കുമ്പോൾ തന്നെ ഒരുപാട് ജലാംശം നഷ്ടപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജലാംശം അതിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ പ്ലാന്റ്സ് ഈ ബ്രോമലൈഡ് ഫാമിലിയോടൊപ്പം തന്നെ വേറെ പല ഫാമിലീസും പുതിയ ടൈപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ് കണ്ടുപിടിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ക്യാം ഫോട്ടോസിന്തസിസ്. അത് ക്രാസുക്ലിയൻ ആസിഡ് മെറ്റബോളിസം ഫോട്ടോസിന്തസിസ് എന്നാണ് സയൻറ്റിസ്റ്റ് വിളിക്കുന്നത്. ഈ ക്രാസുക്ലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സസ്യവർഗത്തിൻ്റെ പേരാണ്. അവരാണ് ആദ്യമായിട്ട് ഈ ക്യാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ പേരിട്ടേക്കുന്നത്. ഈ ക്യാം ഫോട്ടോസിന്തസിസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഈ സുഷിരങ്ങളൊന്നും ഒരു തുറക്കില്ല. സംഭവം സുഷിരങ്ങളെല്ലാം അടച്ചു വെച്ച് നമ്മൾ വളരെ മാന്യന്മാരാണ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലിരിക്കുന്നു. രാത്രി ആകുമ്പോൾ അത് ടെമ്പറേച്ചറൊക്കെ ഒന്ന് തണുത്ത് ഒന്ന് കൂടാൻ ഹ്യൂമിഡ് ആവുന്ന സമയത്ത് ഇവർ ഈ സുഷിരങ്ങളൊക്കെ പതുക്കെ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവർക്ക് ജലാംശം അധികം നഷ്ടപ്പെടില്ല. 90% വരെ ജലം ഇവർക്ക് ഈ ക്യാം ഫോട്ടോസിന്തസിൽ കൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സുഷിരങ്ങൾ തുറന്നതിന് ശേഷം ഇവർ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു, പ്ലാന്റ്സിൻ്റെ അകത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇവർ ഓർഗാനിക് ആസിഡുകളായിട്ട് ഈ പ്ലാന്റിനെ കൺവേർട്ട് ചെയ്യുന്നു. മാലിക് ആസിഡ് പോലുള്ള ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പ്ലാന്റിൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. പിറ്റേ ദിവസം പകലാകുമ്പോൾ എന്തുവാ, ഇവരുടെ അകത്ത് ഓൾറെഡി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നു, ഓക്സിജനെ റിലീസ് ചെയ്യുന്നു, കാർബൺ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ക്യാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തു. സംഭവം അവരുടെ ജലദൗർലഭ്യം എന്ന് പറയുന്ന ഒരു വലിയ തീവ്രമായ സിറ്റുവേഷനെ അതിജീവിക്കുന്നതിന് ഈ പ്ലാന്റ് ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ജലത്തിൻ്റെ ദൗർലഭ്യം പരിഹരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇടങ്ങേറ് അവരെ പുറകെ വരുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രദേശത്ത് ജലം അധികം ഇല്ല. അപ്പോൾ അവിടെയുള്ള സസ്യജാലങ്ങളെല്ലാം ചീത്തയായി അല്ലെങ്കിൽ നശിച്ചു പോയി. വളരെ കുറച്ച് ഈ ക്യാം ഫോട്ടോസിന്തസിസ് ഉള്ള വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്ലാന്റ്സിനെ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ ഇലവർഗ്ഗങ്ങളൊക്കെ തിന്ന് ജീവിക്കുന്ന മറ്റ് മൃഗങ്ങളായിരിക്കും. മാനും അതുപോലുള്ള ജീവജാലങ്ങളൊക്കെ നേരെ വന്ന് ഈ ഉള്ള പ്ലാന്റ്സിനെ വന്ന് കഴിക്കാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതായി ഈ ബ്രോമലൈഡ് ഫാമിലിയുടെ ചലഞ്ച്. അങ്ങനെ പൈനാപ്പിളിൻ്റെ അടുത്ത ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഈറ്റേഴ്സ് ആയിട്ടുള്ള ഹെർബിവോറുകളിൽ നിന്നും എങ്ങനെ നമ്മുടെ ഇലയും ഫ്ലവേഴ്സും ഒക്കെ സംരക്ഷിക്കാം എന്നുള്ളതാണ്.
അതൊരു വലിയ പരിണാമത്തിൻ്റെ വലിയൊരു ഒരു സ്ട്രാറ്റജിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സുകളും ഈ നമ്മളിപ്പോൾ ചക്കപ്പഴം എടുത്താലും ശരി, അതിൽ കുരു അകത്തും കഴിക്കാനുള്ള പഴം വെളിയിലുമാണ്. നമ്മുടെ സാധാരണ പഴം എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ, കുരു അകത്താണ്. പേരയ്ക്ക, പിന്നെ മാങ്ങ, ഇതിനെല്ലാം കുരു അകത്താണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്യന്തികമായി എല്ലാ ജീവജാലങ്ങളുടെയും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ റീപ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള എലമെൻറ്റിനെ മോസ്റ്റ് സെക്യൂറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ പൈനാപ്പിൾ പുള്ളി ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ഈ പൈനാപ്പിളിലെ ഈ കാണുന്ന ഓരോ പിന്നെ ഈ ഹെക്സഗൺ പോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സ്ക്വയർ എന്നൊക്കെ വിളിക്കാവുന്ന സാധനമുണ്ടല്ലോ, ഓരോ ചെറിയ സാധനങ്ങളായിട്ടിരിക്കുന്നത്, അത് ശരിക്കും പൈനാപ്പിളിൻ്റെ ഓരോ പൂക്കളാണ്. ഈ പൂക്കൾ പൈനാപ്പിൾ ഈ എവല്യൂഷന് വേണ്ടി എന്ന് വെച്ചാൽ എല്ലാ പൂക്കളും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാക്കി മാറ്റി. അതായത് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് അവരുടെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ്ലി ത്യജിക്കുവാണ്. ആസ് എ ഒരു ലൈഫ് സ്പീഷ്യസ് എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ്ലി അവർ കളഞ്ഞിട്ട് അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുവാണ് ആ പ്ലാന്റിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച്, പൂക്കളെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ആ പൂക്കൾ കമ്പൈൻ ചെയ്താണ് നമ്മൾ ഈ കാണുന്ന ഓരോ ചെറിയ യൂണിറ്റുകളും ഉണ്ടാകുന്നത്. ഇതിനെ അഗ്രിഗേറ്റ് ഫ്രൂട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയും. അങ്ങനെ പുറത്തു നിന്നും ഒരു അനിമൽസിന് വന്ന് വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇതിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ പുറം ചട്ട എന്ന് പറയുന്നത്. അങ്ങനെ ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പൈനാപ്പിളിന് സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഇലകളുടെ സൈഡിൽ ചെറിയ തോൺസ് വന്നു തുടങ്ങി. ഇത് നിങ്ങൾ വേറെയും പ്ലാന്റുകളിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ അലോവേര എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ കുറച്ച് ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുള്ളായിട്ടിരിക്കും. കാക്ടസ് ചെടികൾ, ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്ലാന്റുകൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അവയെ ബാക്കിയുള്ള ജീവജാലങ്ങൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെതിരെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്നുള്ള നിലയിലാണ് അവർ ഈ മുള്ള് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് കൈതച്ചക്കയിലെ കാര്യത്തിലുമുണ്ട്. പക്ഷേ അത്ര നമ്മളെ കൈയൊന്നും കൊണ്ടാൽ മുറിഞ്ഞു പോകുന്ന അത്ര മുള്ളല്ല, എന്നാലും ചെറിയ ഷാർപ്പ് എഡ്ജസ് ഉണ്ട്. ഇവർ ഈ ഫ്രൂട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട് ഉണ്ടാക്കിയതിന് മാത്രമല്ല, ടോപ്പിൽ ആരെങ്കിലും വന്ന് ഏതെങ്കിലും മൃഗം വന്ന് കടിച്ചു കഴിഞ്ഞാൽ ആ മൃഗത്തിന് കടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കിരീടം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രൂട്ടിൻ്റെ മുകളിൽ. നമ്മുടെ പ്രകൃതിയുടെ പരിണാമത്തിൻ്റെ ഒരു വണ്ടർ എലമെൻ്റാണ് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഈ പൈനാപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട്. ഇനി പൈനാപ്പിളിൻ്റെ കഥ അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ ഫ്ലവേഴ്സ് എല്ലാം വന്നതിന് ശേഷവും നമ്മൾ പൈനാപ്പിളിൻ്റെ പുറത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു വാക്സ്, ഈ വളരെ സ്ലൈമി ആയിട്ടുള്ള ഒരു കോട്ടിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഫ്രിക്ഷനൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു കോട്ടിങ്, ഈവൻ ദോ ഈ മുള്ളൊക്കെ ഉണ്ടെങ്കിലും. അതെന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിൽ നിന്ന് പോലും ഒരു തുള്ളി ജലാംശം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് ഈ ഒരു സ്ലൈഡ് കോട്ടിങ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പിന്നെ വാട്ടർ എലമെൻസിനെയും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു തുള്ളി പോലും വെളിയിൽ പോകാനായിട്ട് പാടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കിരീടത്തിൽ വളരെ ആനിമൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പേടിച്ച് മാറി നിൽക്കുന്ന പിന്നെ ഒരു തരത്തിലുള്ള ഒരു ഷേപ്പാണിത്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യുന്ന ഒന്നാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പുറത്തിച്ചക്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വന്തം പൈനാപ്പിൾ. ഇതിനെ ആക്രമിക്കുന്ന ജീവജാലങ്ങൾ വളരെ കുറവാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പണിയെടുത്താലേ ഇതിൻ്റെ അകത്തുള്ള പഴം കിട്ടത്തുള്ളൂ. കാര്യം ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ സ്കൾ അത്രയും തിക്കാക്കി ഈ എവല്യൂഷൻ്റെ പ്രോസസ്സിൽ കൂടെ പൈനാപ്പിൾ ചെടി അല്ലെങ്കിൽ ബ്രോമലൈൻ സസ്യവർഗം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനാണ് പൈനാപ്പിൾ ഇവോൾവ് ആയത്. പിന്നെ ഈ പറഞ്ഞ ഒരു എൻറ്റയർലി ഒരു മോൺസ്ട്രസ് ആയിട്ടുള്ള ഷേപ്പ്, നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു ഷേപ്പിൽ ഇതിനോട് സമാനമായ ഷേപ്പിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ഭീകര ഷേപ്പിലുള്ള മറ്റൊരു ഫ്രൂട്ട് ഒരു പക്ഷേ ചക്കയായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ വേറെ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ലോകത്തുണ്ടായിരിക്കും, പക്ഷേ ചക്കയായിരിക്കും മുള്ളൊക്കെ വെച്ചിട്ടുള്ള ഒരു തിക്ക്
പിന്നെ ഔട്ട്സൈഡ് സ്കിന്നൊക്കെ വരുന്ന രീതിയിൽ, അതും ഈ പിന്നെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പൈനാപ്പിൾ വളരെ സ്ട്രാറ്റജിക്കലി ഒരു രൂപം, അതിൻ്റെ പുറത്തൊരു കോട്ടിങ്, ഇതെല്ലാം ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ബ്രോമലൈറ്റ് ഫാമിലി എന്ന് പറഞ്ഞല്ലോ, ഈ ബ്രോമലൈറ്റ് ഫാമിലിയുടെ പരിപാടി അവിടെ തീരുന്നില്ല. നമ്മൾ ഈ പൈനാപ്പിൾ എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുണ്ടൊക്കെ ചൊറിയുന്ന രീതിയിൽ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും, ഒരു ടിക്ലിങ് ഫീലിംഗ് ഉണ്ടാവും, ഒരു പ്രത്യേകിച്ച് ഈ വായുടെ സൈഡിലൊക്കെ നമുക്ക് നല്ലപോലെ അത് ഫീൽ ചെയ്യും, ഈ ചൊറിയുന്ന ഫീലിംഗ് ഉണ്ടാവും. അത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോമലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഈ പൈനാപ്പിളിനകത്തുണ്ട്. ഈ എൻസൈം എന്ന് വെച്ചാൽ പ്രോട്ടീൻസിനെ ബ്രേക്ക് ചെയ്യും. ശരിക്കും നടക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പൈനാപ്പിൾ കഴിക്കുമ്പോഴത്തേക്കും ആ ബ്രോമലിൻ എൻസൈംസ് നമ്മുടെ വായ്ക്കകത്തുള്ള പ്രോട്ടീൻസിനെ ഡിസോൾവ് ചെയ്യുകയാണ്. ശരിക്കും പൈനാപ്പിൾ നമ്മളെ കഴിക്കാൻ ശ്രമിക്കുകയാണ്. ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഹ്യൂമൻസ് വളരെ കാലങ്ങൾ കൊണ്ട് അതിനെതിരെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കെമിക്കൽ സലൈവയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് നമ്മളതിനെ ഓവർകം ചെയ്യുന്നു മാത്രം. നമുക്കുണ്ടാകുന്ന ആ ചൊറിയുന്ന ഫീലിംഗ് ബ്രോമലിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ശരിക്കും ഈ പൈനാപ്പിൾ അങ്ങോട്ട് കയറി ആ കഴിച്ചവൻ്റെ വായ്ക്കകത്ത് കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് മനുഷ്യർക്ക് കുറച്ച് എളുപ്പമാണ്, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ അനിമൽസിന് വലിയ കഷ്ടപ്പാടുണ്ടാക്കുന്ന സംഭവമാണ്. ഇത് പൊട്ടിച്ച് ഒരു വിധത്തിൽ ഇത് പൊട്ടിച്ച് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വായ്ക്കകം മൊത്തം ചൊറിയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതെങ്ങനെ? അത് ഈ ഫ്രൂട്ടിൻ്റെ അകത്ത് മാത്രമല്ല ഈ ബ്രോമലിനുണ്ട്, ഇതിൻ്റെ ഇലയിൽ, ഇതിൻ്റെ ഫ്രൂട്ട്സിൽ, അങ്ങനെ ഈ ചെടി മൊത്തം ഈ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഒരുത്തനും എന്നെ വന്ന് അങ്ങനെ കൈവച്ചിട്ട് ഇവിടെ നിന്ന് വെറുതെ പോണ്ട എന്നുള്ള രീതിയിൽ ഇവോൾവ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഈ പൈനാപ്പിളിനെ. ഈ ബ്രോമലിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് മീറ്റിൻ്റെ, ഞാൻ പറയുന്നത് പ്രോട്ടീൻസ് പിന്നെ ദഹിപ്പിച്ച് ഇത് പിന്നെ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര സക്സസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഈ പൈനാപ്പിൾ ഇടുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള മീറ്റ് വളരെ ടെൻഡറായിട്ട് മാറും. നമ്മൾ പൈനാപ്പിൾ ചൂടായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടിക്ലിംഗ് ഫീലിംഗ് നമുക്ക് ഉണ്ടാകത്തില്ല. കാര്യം ഈ ബ്രോമലിൻ ചൂടായി കഴിഞ്ഞാൽ അതങ്ങ് പോവും. അപ്പോൾ ഈ ബിരിയാണി അതുപോലെ നമ്മൾ മീറ്റിലൊക്കെ പൈനാപ്പിൾ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് നല്ല ടെൻഡറാവും. അത് ഈ ബ്രോമലിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ട് നമ്മൾ പൈനാപ്പിളിനൊന്ന് നോക്കി കാണുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കാണുന്ന ചെറിയ സാധനം എന്തുമാത്രം ഈ എവല്യൂഷൻ നടത്തിയിട്ടുണ്ടോ എന്നാലോചിക്കുക. ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ജലമില്ല, ഏറ്റവും ജീവിക്കാൻ ആവശ്യമായ ഘടകം ഇല്ല. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഓക്കെ, ക്യാമ്പ് ഫോട്ടോസിന്തസിസ് അത് ഞാൻ ചെയ്യുന്നു, ഞാനത് ഓവർകം ചെയ്യുന്നു. രണ്ടാമത് എൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഓക്കെ, എനിക്ക് ഒരൊറ്റ പൂക്കൾ ഇനി വേണ്ട, എല്ലാ പൂക്കളും കൂടെ കമ്പൈൻ ചെയ്യും. പണ്ട് ഈ മോറൽ സ്റ്റോറിലൊക്കെ പറഞ്ഞാൽ ഒരു കമ്പ് ഒടിച്ചാൽ പെട്ടെന്ന് ഒടിയും, എല്ലാ കമ്പും കൂടെ ചേർത്ത് വെച്ചാൽ ഓടിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു, പൈനാപ്പിൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇനി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലോ അപ്പോഴും എൻ്റെ ജലാംശം നഷ്ടപ്പെട്ടു പോകുമ്പോഴല്ല, ഞാനൊരു വാക്സ് കോട്ടിങ് അതിൻ്റെ പുറത്ത് കൊടുക്കുന്നു. ഒരു മനുഷ്യനും കണ്ടു കഴിഞ്ഞാൽ അവന് കഴിക്കാൻ തോന്നുക ചെയ്യരുതെന്നുള്ള രീതിയിൽ തലയിലൊരു കിരീടം ഫിറ്റ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കെമിക്കൽ വാർഫെയറാണ്. അകത്തിനി ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഇത് പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നവൻ ശരിക്കും അനുഭവിച്ചിട്ട് മാത്രമേ ഇത് കഴിച്ചിറക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ബ്രോമലിൻ എൻസൈമും അതുപോലുള്ള പരിപാടികളും. അപ്പോൾ എന്തുമാത്രമാണ് എവല്യൂഷൻ്റെ ഒരു ഫൺ, അല്ലെങ്കിൽ ഫണ്ണെന്ന് നമുക്ക് പറഞ്ഞാൽ എന്തുമാത്രം ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഡോമിനേഷൻ എന്ന് ആലോചിച്ച് നോക്കുക. ബാക്കിയുള്ള ജീവവർഗ്ഗങ്ങൾ, അതേ ഗണത്തിൽപ്പെട്ട ജീവവർഗ്ഗങ്ങൾ പല ഘടകങ്ങൾ കൊണ്ടും ഇല്ലാതെയായി പോകുമ്പോൾ പൈനാപ്പിൾ അതിനെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതി വരുവാണ്. ഈ പൈനാപ്പിളിന് എങ്ങനെയാണ് പൈനാപ്പിൾ എന്നുള്ള പേര് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1493 സ്പെയിനിലുള്ള ക്രിസ്റ്റഫർ കൊളംബസ് തെക്കേ അമേരിക്കയിൽ എത്തുന്നതും അമേരിക്കയിൽ നിന്നും ഈ കൊളംബസ് ഈ ഫ്രൂട്ടിനെ എടുത്ത് സ്പെയിനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഭയങ്കര കട്ടി, ഇത് ഈ പൈൻ മരത്തിൽ നിന്ന് ഇളകി വീഴുന്ന കോൺ പോലുണ്ട്. പൈൻ മരത്തിൻ്റെ നമ്മൾ ഈ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പൈൻ മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും, നല്ല കട്ടിയായിരിക്കും അതിൻ്റെ ഇതിന്. അതുപോലെ ഇരിക്കുന്ന ഒരു രൂപം. അങ്ങനെ ഇതിന് പൈൻ ആപ്പിൾ എന്ന് വിളിച്ചു. അകത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൈൻ ആപ്പിൾ, പൈൻ കോണിനെ പോലെ ഇരിക്കുന്ന ആപ്പിൾ, അങ്ങനെയാണ് ഇതിന് പൈനാപ്പിൾ എന്നുള്ള പേരും വന്നു.
ഈ അടുത്തായിട്ട് പൈനാപ്പിളിൻ്റെ ജീനോംസൊക്കെ എടുത്ത് സ്റ്റഡി ചെയ്ത് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് ഇത് കേവലം വർഷങ്ങൾ കൊണ്ട് നടന്ന ഒരു മ്യൂട്ടേറ്റഡ് സംഭവം മാത്രമല്ല, ഇത് വളരെ പ്ലാൻഡാണ്. സെൻട്രലി ഉള്ള സിസ്റ്റം, അതായത് പൈനാപ്പിളിനെ ഈ പുറംചട്ട നിർമ്മിച്ച ഈ ഫ്ലവേഴ്സിനെല്ലാം കമ്പൈൻ ചെയ്യണമെന്ന് തീരുമാനിച്ച അതേ സിസ്റ്റം തന്നെയാണ് ബ്രോമലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇതിൻ്റെ അകത്ത് വയ്ക്കാനും തീരുമാനിച്ചത്. സോ എ സെൻട്രൽ സിസ്റ്റം, ആ പ്ലാന്റിൻ്റെ സെൻട്രൽ സിസ്റ്റം എൻറ്റയർലി ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ പറയുന്നത്. അതത്ര ഈസി ആയിട്ട് കുറേ കാലങ്ങൾ കൊണ്ട് പരിണാമം കൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നതല്ല. ലൈക്ക് നോയിങ്ങിലി പൈനാപ്പിൾ ചെടി അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത ഒരു എവല്യൂഷണറി പ്രോസസ്സാണിത്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും പൈനാപ്പിളുണ്ട്. ഒരുപക്ഷെ മറ്റേതൊരു ആനിമലിനേക്കാളും ഒരു സോഷ്യൽ ആനിമൽ എന്നുള്ള നിലയിൽ മനുഷ്യൻ ഭൂമിയിലുള്ള എല്ലാത്തിനെയും കീഴടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൈനാപ്പിൾ എന്ന് പറയുന്ന പ്ലാന്റിനെയും ഫ്രൂട്ടിനെയും ഒക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ലോകത്തിലുടനീളം എല്ലാ രാജ്യങ്ങളിലും അതിന്ന് അവൈലബിളാണ്. നമ്മൾ പല രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ടിക്ലിംഗ് ഇല്ലാത്ത പൈനാപ്പിൾസ് ഇപ്പം അവൈലബിളാണ്, ജെനറ്റിക് മോഡിഫിക്കേഷൻസൊക്കെ കൊണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബിക്കോസ് എവല്യൂഷൻ്റെ പ്രോസസ്സിൽ സഡൻലി ദൈവതുല്യനായി മാറിയ ഒരു കഥാപാത്രമാണ് മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നാലും ഈ അടുത്തായിട്ട് ഞാൻ ഈ സ്റ്റോറി എൻ്റയർലി വായിച്ചപ്പോൾ എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി. നമ്മൾ സാധാരണ ഒരു പൈനാപ്പിൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നത് കട്ട് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരു ഷേക്ക് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് എത്രയോ ദുർഘടമായ സാഹചര്യങ്ങൾ ഓവർകം ചെയ്ത് ഉണ്ടായി വന്ന ഒരു ഫ്രൂട്ടാണ് എന്നുള്ളത്. അങ്ങനെ എന്തായാലും പൈനാപ്പിളിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാ ഫ്രൂട്ടുകൾക്കും ഉണ്ട് ഗംഭീരമായ കഥകൾ. നമ്മുടെ വാഴപ്പഴത്തിനുണ്ട് ഗംഭീരമായ ജനാധിപത്യങ്ങളെ തകിടം മറിച്ചിട്ട്, തെക്കേ അമേരിക്കയിലെ ജനാധിപത്യങ്ങളെ തകിടം മറിച്ചിട്ട് വലിയ കഥ വാഴപ്പഴത്തിനുണ്ട്. ദ ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്ന ടേം കോയിൻ ഔട്ടായത് തന്നെ അത്തരം ഒരു ആക്റ്റിൽ നിന്നാണ്. നമുക്ക് മേ ബി വേറൊരു ദിവസം ആ കഥയിലേക്കൊക്കെ പോവാം. എന്തായാലും ഇന്നത്തെ പൈനാപ്പിളിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടൊരു സ്റ്റോറിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണെന്ന് തോന്നി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും പൈനാപ്പിളിനെ പറ്റി പറയാതെ തന്നെ ചിലപ്പോൾ ബയോളജിസ്റ്റുകളായിട്ടുള്ള ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് രസകരമായ കാര്യങ്ങൾ അറിയാമായിരിക്കും. അത്തരം കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.